ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിംഗ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് എന്നതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ എങ്ങനെയാണ് ബിസിനസ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പഠിക്കാനാണ് പോകുന്നത്. അതായത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബിസിനസ്സുകൾ അവയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ട്. അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒരേപോലെയല്ല. ഓരോ പ്ലാറ്റ്ഫോമിനും വ്യത്യസ്തമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കോണ്ടന്റ് രീതികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് രീതിയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും 4 പ്ലാറ്റ്ഫോമുകളാണ്. 4 പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് പഠിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ആൻഡ് ലിങ്ക്ഡിൻ. ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഏത് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണം എന്നതും കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ബേസിക്സ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്കിനെ കുറിച്ച് നോക്കാം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ്സുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമായും ഫേസ്ബുക്ക് ബിസിനസ് പേജ് വഴിയാണ്. ഒരു ബിസിനസ് പേജ് വഴി ബിസിനസ്സുകൾക്ക് അവരുടെ ബ്രാൻഡ് വിവരങ്ങൾ ഷെയർ ചെയ്യാനും പുതിയ അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്യാനും പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനും കസ്റ്റമേഴ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഫേസ്ബുക്കിൽ ബിസിനസ്സുകൾ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റുകൾ ഇതൊക്കെയാണ്. ലൈക്ക് ഫോട്ടോസ്, വീഡിയോസ്, പ്രൊമോഷണൽ പോസ്റ്റുകൾ, ഈവൻറ്റ് നോട്ടിഫിക്കേഷൻസ്, എഡ്യൂക്കേഷണൽ കോണ്ടന്റ് എന്നിവയൊക്കെയാണ്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു വലിയൊരു പവർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ചില ബിസിനസ്സുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ കസ്റ്റമേഴ്സിനെയും ഫോളോവേഴ്സിനെയും ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തുന്നുണ്ട്. അപ്പം ഫേസ്ബുക്കിൻ്റെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വർടൈസിങ് സിസ്റ്റമാണ്. ഫേസ്ബുക്ക് ആഡ്സ് ഉപയോഗിച്ചിട്ട് ബിസിനസ്സുകൾക്ക് വളരെ വ്യക്തമായി അവരുടെ ഓഡിയൻസിനെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ടൗണിൽ ഒരു ബേക്കറി, അവരുടെ സിറ്റി, ആ ടൗണിലുള്ള ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കേക്കിൻ്റെ ആഡ്സ് അവർക്ക് കാണിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് ഫേസ്ബുക്ക് ലോക്കൽ ബിസിനസ്സുകൾക്കും ഓൺലൈൻ ബിസിനസ്സുകൾക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത്. ഇനി അടുത്തത് ഇൻസ്റ്റഗ്രാമിൻ്റെ നോക്കാം. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും ഫോട്ടോസും വീഡിയോസുമാണ് കോണ്ടന്റ്. ഇൻസ്റ്റഗ്രാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യൂത്താണ്. ഫാഷൻ, ഫുഡ്, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി, എഡ്യൂക്കേഷൻ എന്നീ എല്ലാ മേഖലകളിലെയും ബ്രാൻഡുകൾക്ക് ഇൻസ്റ്റഗ്രാം വളരെ സ്യൂട്ടബിൾ ആണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കോണ്ടന്റുകൾ കാണാൻ പറ്റും. ഒന്ന് പോസ്റ്റാണ്. അത് സാധാരണ ഫോട്ടോ പോസ്റ്റുകളോ അല്ലെങ്കിൽ കരോസൽ പോസ്റ്റുകളോ ആയിട്ട്. പിന്നെ വരുന്നത് സ്റ്റോറീസ് ആണ്. ഈ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, 24 മണിക്കൂറിന് ശേഷം ഡിസപ്പിയർ ചെയ്യുന്ന ഷോർട്ട് അപ്ഡേറ്റ്സ് ആണ് ആക്ച്വലി ഈ സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ ഇപ്പം ബിസിനസ്സുകളുടെ ഈ BTS ലൈക്ക് ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ ക്വിക്ക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പോൾസ് എന്നിവയൊക്കെ സ്റ്റോറീസിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെയുള്ളത് റീൽസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കോണ്ടന്റ് ഫോർമാറ്റ് ആണ് റീൽസ് എന്ന് പറയുന്നത്. ലൈക്ക് റീൽസ് ആർ ഷോർട്ട് വീഡിയോസ്. പിന്നെയുള്ളത് ലൈവ് ആണ്. ബിസിനസ് സംടൈംസ് ലൈവ് സെഷൻസ് നടത്താറുണ്ട്. അതും എന്തിനു വേണ്ടിയിട്ടാണ്? ഓഡിയൻസിനോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാം മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഉദാഹരണത്തിന് ഒരു ട്രാവൽ ഏജൻസി മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ ഫോട്ടോസ്, ട്രാവൽ ടിപ്സ്, റീൽസ് എന്നിവ പോസ്റ്റ് ചെയ്ത് ആളുകളെ ട്രാവൽ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ ഗ്രോത്തിന് പ്രധാനമായിട്ട് വേണ്ട ഒരു 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക, എൻഗേജ്മെന്റ് കൂട്ടുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ ഗ്രോത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ വലുതാക്കി കൊണ്ടുവരാൻ പറ്റും. ഇനി
അടുത്ത് നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് പറയാം. യൂട്യൂബിന്റെ മാർക്കറ്റിംഗ് ബേസിക്സ്. യൂട്യൂബ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗൂഗിൾ കഴിഞ്ഞാലുള്ള വലിയൊരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. ആളുകൾ യൂട്യൂബിൽ എത്തുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് കാണാൻ, പ്രോഡക്റ്റ് റിവ്യൂസ് കാണാൻ, എൻ്റർടൈൻമെൻറ്റ് കാണാൻ എന്നിവയൊക്കെ യൂട്യൂബിനെ ആശ്രയിക്കും. അതുകൊണ്ട് യൂട്യൂബ് എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾക്കും ലോങ് ഫോം വീഡിയോ കോണ്ടന്റുകൾക്കും ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ്. ഈ ബിസിനസ്സുകൾ യൂട്യൂബ് മെയിൻലി ഉപയോഗിക്കുന്നത് ട്യൂട്ടോറിയൽ വീഡിയോസ്, എഡ്യൂക്കേഷണൽ വീഡിയോസ്, പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻസ്, കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് എന്നിവയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു യൂട്യൂബ് വീഡിയോ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം ഒരു സ്ട്രോങ് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെ ഹുക്ക് ചെയ്യുന്നൊരു ടൈറ്റിൽ. സിമിലർലി അട്രാക്റ്റീവ് തംബ്നെയിൽ. പല ഇമേജസും നമുക്ക് കറക്റ്റ് ഹുക്കിംഗ് ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു കവർ ഇമേജ് കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ആ വീഡിയോ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാണുക. പിന്നുള്ളത് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളൊരു ക്ലാരിറ്റി കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് റെലവൻറ്റ് കീവേഡ്സ്. നമ്മളെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണോ അതിനോട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, മാച്ചിങ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കീവേഡ്സ് അതിനോട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം വാല്യൂ ഉള്ളതാണ്. ഒരു നല്ല വീഡിയോക്ക് മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ വ്യൂസ് കിട്ടും. അപ്പോൾ യൂട്യൂബ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന കോണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് ലിങ്ക്ഡിനെ പറ്റി പറയാം. ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ് ബേസിക്സ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ പ്രധാനമായും പ്രൊഫഷണൽസ്, ബിസിനസ് ഓണേഴ്സ്, കമ്പനീസ്, ജോബ് സീക്കേഴ്സ് എന്നിവരാണ് ഉണ്ടാവുക. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ ഒരു എന്റർടൈൻമെന്റ് കോണ്ടന്റ് അല്ല, പ്രൊഫഷണൽ കോണ്ടന്റ് ആണ് ലിങ്ക്ഡിനിൽ കൂടുതലായിട്ട് കാണുന്നത്. കമ്പനീസ് ലിങ്ക്ഡിൻ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് അറിയാമോ? കമ്പനി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനും, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും, ഇൻഡസ്ട്രിയൽ ഡിസ്കഷൻസ് നടത്താൻ, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് നടത്താനാണ്. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി കമ്പനീസ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ, ഇൻഡസ്ട്രി നോളജ് ഷെയർ ചെയ്യാൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽസ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലിങ്ക്ഡിൻ പ്രത്യേകിച്ച് ഈ B2B മാർക്കറ്റിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. B2B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിംഗ് ആണ് അർത്ഥം. ഇപ്പോൾ നമ്മളിപ്പം ഇത്രയും ഒരു 4 പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പഠിച്ചു. ഇനിയത്തെ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ചൂസിങ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ ബിസിനസ്സിന് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണം? അപ്പം അതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തേത് ടാർഗറ്റ് ഓഡിയൻസ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തേത് കോണ്ടന്റ് ടൈപ്പാണ്. നിങ്ങൾക്ക് വീഡിയോ കോണ്ടന്റ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമുമാണ്. പ്രൊഫഷണൽ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. അടുത്തത് ബിസിനസ് ഗോളാണ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് അവയർനെസ് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നല്ലതാണ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ നല്ലതാണ്. അപ്പോൾ പലപ്പോഴും പല സക്സസ്ഫുൾ ബിസിനസ്സും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം പല പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതൊരു സക്സസ് റേറ്റും ഗ്രോത്ത് റേറ്റും വിസിബിലിറ്റി റേറ്റും ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഓരോ 4 പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിനും വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് അപ്രോച്ചാണ് വേണ്ടത്. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ചെയ്യാൻ പറ്റും, ആഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്. യൂട്യൂബ് എന്ന് പറയുന്നത് ലോങ് ടേം ഓർ എഡ്യൂക്കേഷണൽ വീഡിയോ കോണ്ടന്റ് യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി തരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക. അവർ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുക. അവർ എന്തൊക്കെ തരത്തിലുള്ള കോണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ദ റിയൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
ഇനി ഇതിൻ്റെ അടുത്ത സെഷനുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.